ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിലും BJPയും NDAയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നരേന്ദ്രമോദിജി കഴിഞ്ഞ 11 കൊല്ലം കർഷകർക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, ഹാൻഡിക്രാഫ്റ്റും സ്മോൾ ബിസിനസ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഞങ്ങളൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കും. അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ സംസാരിക്കും, അതിനെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കും. അസംബ്ലിയിൽ ഈ ഒരു ശരിക്കുമുള്ള ഒരു കേരള മോഡൽ, കേരള ഇക്കണോമിക് മോഡൽ എന്താവണം എങ്കിൽ അത് മുമ്പോട്ട് വയ്ക്കും. സംസ്ഥാനത്തിന്റെ പരിപാടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലായിരുന്നു തീരുമാനിച്ചത്. ചില ഇടപെടലുകൾ കാരണം രാജ്ഭവനെ അതിൽ നിന്ന് ഒഴിവാക്കിയാണ് കൃഷി വകുപ്പിന്റെ സംസ്ഥാനതല ഈ പരിപാടി നടത്തുന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നാണ്. ഞാൻ ഇപ്പോൾ 3 ദിവസം മുമ്പ് നിലമ്പൂരിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. ഇവിടെ ഏറ്റവും ഒരു അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ 10-20 കൊല്ലം നടക്കുന്നത്, ഈ രണ്ട് പാർട്ടിയും LDFും UDFും ചെയ്യുന്നത് 100% 24/7 365 ദിവസം രാഷ്ട്രീയം. അവർക്ക് വികസനമോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് സത്യം, ഇതാണ് ഫാക്ട്. അപ്പോൾ ഈ വേൾഡ് എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മോഡലിനെ കുറിച്ച് സംസാരിക്കാനും ഒരു ഡിബേറ്റ് ചെയ്യാനും ഒരു അവസരമാണ്. ആ ദിവസവും അവർ രാഷ്ട്രീയം കളിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇതുവരെ നമ്മൾ ഈ നാട്ടിൽ കണ്ടത് ഒരു അവസരവാദ രാഷ്ട്രീയം മാത്രമായിട്ട് ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു വികസനം, അതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ ഒരു വിഷനാണ് BJP NDA മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്.